ഒഫീഷ്യൽ ബാലൻറ്റ്യൂർ ലിസ്റ്റ് വന്നതിന് ശേഷം, അതായത് നോമിനേഷൻ ലിസ്റ്റ് വന്നതിന് ശേഷം വലിയ രീതിയിൽ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ആരുടെയും കാണുന്നില്ല. അതായത് ഇന്ന ആളാണ് ഡിസേർവിങ്, ഇന്ന ആൾ ഡിസേർവിങ് അല്ല, ഇവരെ എങ്ങനെ ആ ലിസ്റ്റിൽ കൊണ്ടുവന്നു, എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നില്ല, ഈ സാധനങ്ങളൊന്നും പറയുന്നത് കണ്ടില്ല. സോ ഞാൻ വിചാരിക്കുകയായിരുന്നു ഡിസേർവിങ് എന്ന് തോന്നുന്ന ഒരു ടോപ്പ് 3 എൻ്റെ പിക്കും, അതുപോലെ തന്നെ ഈ 30 പേരുടെ ലിസ്റ്റിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് പെടേണ്ടിയിരുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ ഉണ്ട്. ആ പ്ലെയറിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആൻറ്റപ്പൻ ടോക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടണമെന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഗൈസ്, യെസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബാലൻറ്റ്യൂറിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോൾ എന്ത് ആൾക്കാരുടെ വീഡിയോസും സംഭവങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരേത് ടൈപ്പ് ഓഫ്, ഇപ്പം ഞാൻ അടക്കമുള്ളവരുടെ കേസാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ഇപ്പോൾ ഒരു ക്ലബിനെയോ ഒരു കൺട്രി ടൈപ്പ് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീഗിനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ് ആയിരിക്കും നമുക്കുണ്ടാവുക. അത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 30 ലിസ്റ്റ് ഞാനത് പല വീഡിയോസിൽ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻസോ ഫെർണാണ്ടസിനെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് മൂട്ടം തെറിവിളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താടാ പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് എടാ പുള്ളിയും കൂടെ ഈ 30 ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്നാണ് ചോദിച്ചത്, അല്ലാതെ പുള്ളി ഡിസേർവിങ് ആണെന്നും. എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല, പക്ഷെ എന്നാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കിയാണ്. പക്ഷെ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടാണ് എടുത്തത്. സോ ഈ ലിസ്റ്റ് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നിയോന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേരുടെ പേര് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. ഇവരോ ഇനി അതെന്തിനായിരിക്കും ഇനി ഡിസേർവിങ് അല്ല ഇന്നതല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി അവരെ ചുമ്മാ ആ നോമിനേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന ആളോ എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാലൻറ്റ്യൂറിൻ്റെ ഒരു ക്രൈറ്റീരിയ അതിൻ്റെ മുമ്പ് ഞാനൊരു റീല് ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കി സിമ്പിളാക്കി പറഞ്ഞുതരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം. ഈ ഒരു സീസൺ വെച്ചിട്ടുണ്ടാവും, ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടാവും. ആ ടൈം പീരീഡിനുള്ളിൽ പെർഫോം ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ്, അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അവരുടെ എഫേർട്ട് കാര്യങ്ങൾ, അവരുടെ സംഭവങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിയുണ്ട് ആൻഡ് പലരുടെയും ഒപ്പീനിയൻസ് എടുത്തുകൊണ്ട് അതിൽ നിന്നാണ് ഈ ലിസ്റ്റ് വരുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഈ 30 ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്നും ഈ പറയുന്നത് പോലെ തന്നെ ടോപ്പ് 6 വരേക്കുള്ള പ്ലേയേഴ്സിനെ എടുത്ത് അതിനകത്തു നിന്നാണ് ഈ 1, 2, 3 എന്നുള്ളത് പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് പാറ്റേണിലാണ് ഈ സാധനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസേർവിങ് അല്ല ഡിസേർവിങ് ആണ് എന്ന് നമുക്ക് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിൻ ചെയ്യുന്ന ഒരു താരമെന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു സീസണിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളായിരിക്കണമെന്നില്ല. അതിപ്പോൾ ഗോള് പരമായിട്ടാണെങ്കിലും ട്രോഫി പരമായിട്ടാണെന്നുണ്ടെങ്കിലും ഡിഫൻസീവ് പരമായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരാളായിരിക്കണം ഇത് വിൻ ചെയ്യണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് വോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പലരുടെയും പെർസ്പെക്റ്റീവിൽ വരുന്ന താരങ്ങളിൽ നിന്നും എടുക്കുന്ന ആ വോട്ടിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നമ്മൾ വിചാരിക്കണ പോലെയൊക്കെ തന്നെ ജയിക്കണമെന്നും നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടോ ഈ കഥയെല്ലാം ഞാൻ പറഞ്ഞു, ഈ കഥയെല്ലാം പറഞ്ഞിട്ട് ഈ 2025 ബാലൻറ്റ്യൂർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, കട്ട ബാഴ്സലോണ ഫാൻ. എനിക്കറിയാം ബാഴ്സലോണയിൽ നിന്ന് എന്തായാലും ആരുണ്ടാവും, യമാൽ ഉണ്ടാവും, റഫീന ഉണ്ടാവും, ഇന്ന ആൾക്കാർ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു 100% ഉറപ്പാണ് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത്. ജയിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള സംഭവമാണ്, ലിസ്റ്റിലുണ്ടാവും എന്നറിയാം. പക്ഷേ ഒരു ബാഴ്സ ആരാധകനായിട്ട് പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു റയൽ മാഡ്രിഡ് താരമുണ്ട് കേട്ടോ ബാലൻറ്റ്യൂറിൽ. വേറെ ആരുമല്ല, ഫെഡറിക്കോ വാൽവേർഡെ. ഞാനത് സത്യം പറയാമല്ലോ, ഞാൻ ശരിക്കും പുള്ളി ആ ലിസ്റ്റിൽ വരുമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാനൊരു സ്റ്റാറ്റ്സ് മാത്രം പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ കഴിഞ്ഞൊരു സീസണിൽ എത്ര മിനിറ്റ്സ് കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5557 മിനിറ്റ്സ് സ്ക്വാഡിൽ മാത്രം കളിച്ചിട്ടുണ്ട്. ഏകദേശം 6000-നടുത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഗോൾ ഇൻവോൾവ്മെൻ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഗോള് 8 അസിസ്റ്റ് എല്ലാ കോമ്പറ്റീഷനിലും. ആൻഡ് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ മിനിമം 10 വെച്ച് ലാലീഗയിലും ഉണ്ട്, 6 എണ്ണം ഈ പറയുന്ന പോലെ മറ്റ് ലീഗുകളിലും വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന പോലെ മിക്ക തവണയും സ്റ്റാർട്ടിംഗ് ടീമിലുണ്ടായി. ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ള 62 മത്സരങ്ങളിൽ 59 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരമാണ്. നമ്മൾ പറയില്ലേ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ റയൽ മാഡ്രിഡിൻ്റെ ഏത് സ്കോഡിൽ ആർക്ക് പരിക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും ഈ ആളുടെ പേര് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരു കൺഫേം പോലെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. അത്രയും മരിച്ച് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഡിഫെൻസീവ് ആയിട്ടുള്ള വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 161 ലീഗ് ബോൾ റിക്കവറീസ് ഈ പറയുന്ന പോലെ ഫെഡറിക്കോ വാൽവേർഡിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് പാസ് അക്യുറൻസിയൊക്കെ നമുക്കറിയാം ഓൾമോസ്റ്റ് 90% കൂടുതലാണ് പുള്ളിക്കുള്ളത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വെച്ചാണെങ്കിലും ക്വാണ്ടിറ്റി വെച്ചാണെന്നുണ്ടെങ്കിലും ഈ പേര് ജയിക്കോ തോക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാലൻഡിയോർ വിൻ ചെയ്യുമോ എന്നുള്ളതല്ല, ഈ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ റയൽ മാഡ്രിഡിൽ നിന്ന് വന്നവർ ഞാൻ ഈ ഡിസേർവിംഗ് ആണ് അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും അവരെക്കാളും കൂടുതലായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ വാൽവേർഡിയനെ ആയിരുന്നു. കാരണം പുള്ളി ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓവർ ഇതാക്കി പറയുന്നതാണോ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഹി വാസ് ഡിസേർവിങ് ടു ബി ഇൻ ദ ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി എനിക്ക് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോപ്പ് 3 പിക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് മറ്റേ കളിയാക്കിയിട്ട് എൻ്റെ ഒരു ഇതിനകത്ത് ഒസമാൻ ഡെമ്പല്ലേ ഒരെണ്ണമാണ്, സെക്കൻഡ് റഫീനയാണ്, ആൻഡ് തേർഡ് ഈസ് ലൈക്ക് നോട്ട് വിറ്റീനിയ, ഇറ്റ്സ് ലമീൻ യമാലിനെ ഞാൻ പറയാൻ എന്തായാലും മറ്റേ 2 പേരൊക്കെ ഇതിനകത്തുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കണം ബാഴ്സലോണയിൽ ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇനിയിപ്പോൾ അപ്പോൾ അതിനകത്ത് വീണ്ടും പറയും അത് യമാലിനല്ല, റഫീനയ്ക്കല്ല, ഈ പറയുന്ന പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒസ്മാൻ ഡെമ്പലേക്കാണ്. ഇപ്പം ഡെമ്പല്ലയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെമ്പല്ലയെ പോലെ തന്നെ PSG പല പ്ലേയേഴ്സും ഡിസേർവിംഗ് ആണ്. അപ്പം ഇനിയൊക്കെ വോട്ടിങ്ങിൽ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എന്തായാലും എൻ്റെ ടോപ്പ് 3 പിക്ക് എന്ന് പറയുന്നത് ഡെമ്പല്ലേ ആൻഡ് റഫീനിയ ആൻഡ് ലമീൻ യമാലാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് 3 പിക്കും ഈ 30 ലിസ്റ്റിൽ ഡിസേർവിംഗ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഡിസേർവിംഗ് അല്ല എന്ന സാധനം വേണ്ട, പക്ഷേ ഡിസേർവിംഗ് ആയിട്ടും ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു താരം ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ആൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അവരെ നിങ്ങൾക്ക് ടോപ്പ് 3 പിക്ക് ചെയ്യാം. അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഈ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണ്, എസ്പെഷ്യലി യൂട്യൂബിലെ സംഭവങ്ങൾ ഇഷ്ടപ്പെടാം. യൂട്യൂബിൽ നമുക്ക് നല്ല കഷ്ടപ്പാടാണ്, കാരണം ലോങ് ഫോർമാറ്റ് വീഡിയോസ് നമ്മൾ നിർത്തിയിട്ട് കുറേ കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് ഇതിങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരി പാടുപെടുന്ന പരിപാടിയാണ്. പക്ഷെ എന്നാലും ഐ റിക്വസ്റ്റ് യുവർ സപ്പോർട്ട്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.